ഇന്ന് നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് എങ്ങനെയാണ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പം ഈ ചിക്കൻ കറി നമുക്ക് ബിരിയാണിയിലേക്ക് ദമ്മിടാനും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ ഒപ്പം കഴിക്കാനും പൊറോട്ട, ചപ്പാത്തി, വെള്ളപ്പം, ഇടിയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 പിടി സവാള അരിഞ്ഞതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കണില്ല കേട്ടോ. എന്നിട്ട് നമുക്കത് ഒരു വിസിൽ വരണ വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഞാനൊരു കടായി എടുത്തിട്ട് അതിൽ 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഞാനൊരു സ്പൂണോളം മാത്രം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അധികം ഓയിൽ ഞാനതിൽ ഒഴിച്ചിട്ടില്ല. പിന്നെ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് രംബ ലീഫാണ് കേട്ടോ. രംബ ലീഫ് അല്ലെങ്കിൽ ബിരിയാണി ലീഫ് എന്നൊക്കെ പറയും അതിന്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതിലിട്ടിട്ട് വാടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരിക. നഴ്സറികളിൽ നിന്നൊക്കെ നമുക്കത് മേടിക്കാൻ കിട്ടും. ഇനി ഈ സവാള ഒന്ന് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 2 സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 3 ചെറിയ തക്കാളിയും 2-3 തണ്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ജാറിലിട്ട് അരച്ച് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു വിസിൽ വന്നത് നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മളത് വേവിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ ചിക്കനിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സോളം വെള്ളം നമുക്കതിൽ ചിക്കനിൽ നിന്ന് വന്നിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഒരു 8-10 മിനിറ്റ് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം ഒന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ കണക്ക്. ചിക്കൻ പിന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കതൊന്ന് ആ വെള്ളത്തിനെ ഒന്ന് കുറുകിച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെയുള്ള ഒരു ടൈം മാത്രം നമുക്ക് മതി. അപ്പോൾ ഇത് നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ലാസ്റ്റ് നമുക്കതിലേക്ക് 1 സ്പൂണോളം നെയ്യാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോണത്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചിടണുള്ളൂ, കാരണം നമ്മൾ മല്ലിയില അരച്ച് ചേർത്തിട്ടുണ്ട് അതിൽ. ഇനി നമുക്കതൊരു അടച്ച് 5 മിനിറ്റ് നേരം വെക്കാം. ഇത് നമുക്ക് തുറന്ന് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം അറിയിക്കണം. താങ്ക് യു.